ഹലോ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 15 മിനിറ്റ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ചായി പോവും. ഒരു 30 മിനിറ്റിനുള്ളിൽ നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞ് ലഞ്ച് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിതുപോലെ കൈ വെച്ച് ഉടച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ കരിഞ്ഞു പോവാതെ നോക്കണം സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു കപ്പ് അരിക്ക് ഒരു സവാള മതിയാവും. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് സെയിം പാനിലോട്ട് അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 4 കോഴിമുട്ട 4 5 എഗ്ഗ് നമുക്ക് ഒന്ന് വരിഞ്ഞ് കൊടുത്തിട്ട് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ പുറത്ത് കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇതിലിട്ടൊന്ന് ഈ മസാലയിലിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. ഇപ്പോൾ മുട്ടയുടെ പുറം ഭാഗമൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനി പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു, അതുപോലെ തന്നെ എഗ്ഗും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പാൻ എടുക്കുക. ഇതിലോട്ട് തന്നെയാണ് നമ്മളിനി അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു 3 പട്ട 3 ഗ്രാമ്പു പിന്നെ ഒരു ചെറിയ കഷ്ണം ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേ ലീഫാണ്. കറുവപ്പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാളയാണ്. അപ്പോൾ നമ്മൾ സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയുടെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി നടുകീറിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഉള്ളി തക്കാളിയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പോൾ ബിഗിനേഴ്സൊക്കെയാണ് ആദ്യമായിട്ടാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അടച്ച് വെച്ചാൽ മതി. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മസാലയുടെ ആ കുത്തലും ആ ഒരു പച്ച മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക. നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിലും ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബസ്മതി അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബസ്മതി അരി കഴുകി ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായി കഴുകിയിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അരി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. പക്ഷേ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സോക്ക് ചെയ്ത അരിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരി ഉടഞ്ഞു പോവാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ബസ്മതി അരി വെച്ച് നിങ്ങൾ എന്തുണ്ടാക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ട് ഇളക്കരുത്, അത് ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിത് തുറന്നു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കോഴിമുട്ടയും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് കഴിയുന്ന സമയത്ത് തുറന്നു കൊടുത്തിട്ട് ഇതുപോലെ കോഴിമുട്ടയും സവാള ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അരിയൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം, എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെക്കണം. അപ്പോഴാണ് ആ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. ഇപ്പോൾ കണ്ടു അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടുമില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് വെന്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ചൂടിൽ തന്നെ അടച്ച് വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്